നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാതാപിതാക്കളായിട്ടുള്ള, അതായത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പ്രത്യേകം കരുതലെടുക്കേണ്ട, ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് നമ്മുടെ കേരള പോലീസും ഇത് ഒരു അറിയിപ്പായിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 92 തുടങ്ങുന്ന ഒരു നമ്പറിൽ ഈ രക്ഷിതാക്കൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഒരു കോള് വരും. ഈ കോള് വരുന്നത് ഒരു പോലീസാണ് വിളിക്കുന്നത് എന്ന തരത്തിലാണ് കോള് വരുന്നത്. ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ കുട്ടി, അത് മകളോ മകനോ, ഇവർ ഒരു, അത് വ്യക്തമായിട്ട് നമ്മളെ പറ്റി അത് മകളാണ് അവർക്കുള്ളത് അല്ലെങ്കിൽ മകനാണ് അവർക്കുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ഒരു ഡ്രഗ്സ് കേസിൽ പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഇവരെ ഞങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് ഈ വിളിക്കുന്ന ആൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഏത് മാതാപിതാക്കൾക്കാണെങ്കിലും ഒരു ആദിയും വെപ്രാളവും ഒക്കെ വരും. അവര് എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥയിൽ ഇരുന്നു പോകും. പെട്ടെന്ന് അവർ ചോദിക്കും, തൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ തൻ്റെ കുട്ടിയെ വീണ്ടു കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് അവരോട് ചോദിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കുട്ടി കരയുന്ന സൗണ്ടും ഒക്കെ ഇവര് വോയിസ് കോളിലൂടെ കേൾപ്പിക്കും. അപ്പോൾ രക്ഷിതാക്കൾ ആദ്യം വെപ്രാളമൊക്കെ എടുത്ത് ചോദിക്കുകയാണ്, തൻ്റെ കുട്ടിയെ വീണ്ടു കിട്ടാൻ അല്ലെങ്കിൽ തൻ്റെ കുട്ടിയെ ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ താങ്കൾ എന്ത് ചെയ്യണം എന്നുള്ള തരത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള മറുപടി, സാമ്പത്തികമായിട്ടുള്ള എന്താ പറഞ്ഞ ഇടപാട് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ വിട്ടുകിട്ടാമെന്നാണ് പറയുന്നത്. അതായത് മിനിമം 50,000 അവർ ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഗൂഗിൾ പേ വഴി തൻ്റെ കുട്ടിയെ വീണ്ടും കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ആദ്യം വെപ്രാളമൊന്നും, അന്നേരം ബുദ്ധിയൊന്നും പെട്ടെന്ന് പ്രവർത്തിക്കില്ല. എത്രയും പെട്ടെന്ന് ആ പണം ഗൂഗിൾ പേ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഇത് കൊടുത്തു കഴിയുകയും അവർ കോള് കെട്ടുകയും ചെയ്യും. പിന്നീട് കുട്ടിയെ ബന്ധപ്പെടുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഞങ്ങൾ തട്ടിപ്പിനിരയായ വിവരം അറിയുന്നത്. എന്തായാലും ഇപ്പോ അടുത്തിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, ഇത് ആരാണ് ഏതാണെന്നൊന്നും നമുക്ക് വ്യക്തമല്ല. അദ്ദേഹം പക്ഷേ ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് ഇദ്ദേഹം ഈ ഓഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പ് ഞാൻ ഇടുന്നത്. ഇന്നലെ വൈകുന്നേരം 6:15 ഒരു വാട്സപ്പ് കോൾ എനിക്ക് വന്നു. ഞാൻ നല്ല തിരക്കിലായിരുന്ന സമയമായിരുന്നു. എനിക്ക് കോൾ വന്നു. നോക്കിയപ്പോൾ ഫോട്ടോ നോക്കിയപ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ ഫോട്ടോ ആണ്. പോലീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് ഹിന്ദിയിൽ പറയുന്നുണ്ട്. റോസ് മേരിയുടെ ഫാദർ ആണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. തോമസ് ആണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. റോസ് മേരിയും കൂടെ പഠിക്കുന്ന 4 പേരും ബാംഗ്ലൂരിൽ അറസ്റ്റഡ് ആണെന്ന് പറഞ്ഞു, ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട്. നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോവില്ലോ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക്. പക്ഷെ എൻ്റെ മനസ്സിൽ അന്നേരം ഒരു സ്പാർക്ക് വന്നു. കാരണം റോസ് ഇപ്പം പഠിക്കുമല്ലോ, റോസ് വർക്ക് ചെയ്യുവാണല്ലോ. ഞാൻ ഒന്നുകൂടെ വിജിലൻ്റായി. ഞാൻ പറഞ്ഞു, യു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പം പറഞ്ഞു, ഹിന്ദിയിൽ മാത്രമേ പറയുള്ളൂ, കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ കട്ട് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. കോള് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോളെ പോലീസ് കസ്റ്റഡിയിലാണ്. നിങ്ങളുടെ മോളെ ഞങ്ങളിപ്പം റിമാൻഡ് ചെയ്യും. ഡ്രഗ്സ് കേസിലാണ്. റിമാൻഡ് ചെയ്താൽ അറിയാലോ, 12 വർഷം മിനിമം തടവ് കിട്ടുന്ന കേസാണ്. അതുകൊണ്ട് കോള് കട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ പോലീസ് ഓഫീസറാണ്. ഈ അക്കൗണ്ടിലേക്ക് എന്നും പറഞ്ഞൊരു അക്കൗണ്ട് നമ്പർ പറഞ്ഞു. ആ അക്കൗണ്ട് നമ്പറിലേക്ക്, അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ നമ്പർ തന്നു. അതിലേക്ക് ഗൂഗിൾ പേ ആയിട്ട് 50,000 രൂപ അയക്കാൻ പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഞെട്ടി, പകുതിയല്ല 90% ഞെട്ടി തന്നെയാണ് നിൽക്കുന്നത്. ഒരു 10% മാത്രമേ ഉള്ളൂ ഒരു സ്പാർക്ക് അതിൻ്റെ അകത്തുള്ളത്.
ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, യു ടോക്ക് ഇൻ ഇംഗ്ലീഷ്, യു ടോക്ക് ഇൻ ഇംഗ്ലീഷ്, ഐ ഡോണ്ട് നോ ഹിന്ദി എന്ന് പറയുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊരു പിന്നെ പെങ്കൊച്ച് കരയുന്ന കേൾപ്പിച്ചു. ആ കരയുന്ന കേൾപ്പിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം തോന്നിയായിരുന്നു. കാരണം മോള് കരയുന്ന രീതിയിലല്ല അത് കേട്ടത്. എന്നാലും നമുക്ക് പിള്ളേരുടെ കാര്യമായതുകൊണ്ട് നമുക്ക് കൈവിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് ഞാൻ ഷോപ്പിലായിരുന്ന സമയമായിരുന്നു, മോൻ ഷോപ്പിലുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കുള്ള സമയമായിരുന്നു. എന്നാലും ഞാൻ പെട്ടെന്ന് മോനോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മോൻ എൻ്റെ ഇത് വേറെ നമുക്ക് ബാക്കിയുള്ള സ്റ്റാഫിൻ്റെയോ കസ്റ്റമേഴ്സിൻ്റെയോ ഒന്നും മുന്നിൽ വെച്ച് ഡീൽ ചെയ്യാൻ പറ്റുന്ന കേസല്ലല്ലോ, ഡ്രഗ് കേസാണല്ലോ. മോൻ പെട്ടെന്ന് വന്നു. ഞാൻ മോനോട് പറഞ്ഞു ഇങ്ങനെ ഫോണിങ് പെട്ടെന്ന് മാറ്റി നിർത്തിയിട്ട് മോനോട് പറഞ്ഞു ഇങ്ങനൊരു കേസുണ്ട്, നീ പെട്ടെന്ന് റോസിനെ വിളിക്കാൻ പറഞ്ഞു. എന്നെക്കാളും നന്നായിട്ട് അവനത് ഹാൻഡിൽ ചെയ്തു. അവൻ അന്നേരം അവളെ വിളിച്ചു, കിട്ടിയില്ല. ഒന്ന് റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടി. മോളോട് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി തിരിച്ച് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവൾ വീഡിയോ കോളും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ട്രാപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുക ചെയ്തിരിക്കുന്നത്. നമ്മുടെ പലരുടെയും മക്കള് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവും. ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ഇഷ്ടം പോലെ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, വാട്സപ്പിൽ നിന്ന് വരുന്ന അനോണിമസ് കോൾ നമ്മൾ എടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഡോക്ടർ തോമസ് കൂന്താനം. താങ്ക് യു. ഒരു ചെറിയ അഡീഷൻ കൂടിയുണ്ട്. മോൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ഫോൺ കോൾ ഡ്രാഗ് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഗൂഗിൾ പേ ഇല്ല. അപ്പോൾ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ഫോൺ പേ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ പേ ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു, ബാങ്ക് ട്രാൻസാക്ഷൻ. ഞാൻ പറഞ്ഞു ഞാൻ ചെക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, ബാക്കി എല്ലാത്തിനും ബാങ്കിൽ നേരിട്ട് പോവാണെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ അവിടെ കൺഫ്യൂഷനുമായി, കുറേ ടൈമും എനിക്ക് കിട്ടി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഗൂഗിൾ പേ ഉണ്ടെന്നുള്ളതും ബാക്കിയുള്ള നെറ്റ് ബാങ്കിങ് ഉണ്ടെന്നുള്ളതും നമ്മൾ റിവീൽ ചെയ്യാതിരിക്കുകയാണ് ഇങ്ങനത്തെ സമയത്ത് ഏറ്റവും നല്ലത്. എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റിയതുകൊണ്ട് എനിക്ക് കുറേ സമയം കിട്ടി. ആ സമയത്താണ് എനിക്കിത് കംപ്ലീറ്റ് ടാക്കിൾ ചെയ്യാൻ പറ്റിയത്. താങ്ക് യു. ഈ ഓഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ ഏത് തരത്തിലാണ് തട്ടിപ്പ് നടന്നത് എന്നുള്ളത്. എന്തായാലും എല്ലാവരും കരുതലോടെ ഇരിക്കുക, അതായത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ കരുതലോടെ ഇരിക്കുക. ഇത്തരത്തിലൊരു തട്ടിപ്പ് കോള് ഇപ്പോ നടക്കുന്നുണ്ട്, അത് നമ്മുടെ കേരള പോലീസും സമ്മതിക്കുന്നുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ 1930 എന്ന നമ്പർ, അത് പോലീസ് തന്നിരിക്കുന്ന നമ്പറാണ്. ആ നമ്പരുമായിട്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്തായാലും ഈ ഒരു സംഭവം പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇത് ഒരു ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം തന്നെയാണ്.